നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും നല്ലൊരു ദിവസം കൂടെ നമുക്ക് ദൈവം ദാനമായിട്ട് നൽകി. പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ നിങ്ങളുടെ ആരോഗ്യപരമായ വിഷയങ്ങൾ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ? അടിക്കടി എത്ര മരുന്ന് കഴിച്ചിട്ടും എൻ്റെ ഈ രോഗത്തിനൊരു ശമനം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്നവരുണ്ടോ? നഷ്ടപ്പെട്ട ആരോഗ്യം ദൈവം നിനക്ക് തിരിച്ചു തരാനായിട്ട് പോകുകയാണ്. പ്രാർത്ഥനയോടെ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ആമേൻ. നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു തരാൻ പോകുകയാണ്. ആമേൻ. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് കേട്ടോ. രോഗം, ആരോഗ്യം. ആമേൻ. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പകർച്ചവ്യാധിയിലൂടെ വരുന്നത്, അതിൻ്റെ മരുന്ന് കഴിച്ചാൽ എന്ത് ചെയ്യും? സൗഖ്യമാകും. പ്രകൃതിയിലൂടെ വരുന്നത്, പനിയുടെ പ്രയാസങ്ങളൊക്കെ പ്രകൃതിയിൽ നിന്ന് വരുന്ന, അതിൻ്റെ മരുന്ന് കഴിച്ചാൽ ശരിയാവും. എന്നാൽ പൈശാചികമായിട്ട് വരുന്ന ഇതുണ്ട്, പാരമ്പര്യമായിട്ട് വരുന്ന ശാപത്തിൻ്റെതായ ചില മേഖലകളുണ്ട്. അതിനെ റൂട്ട് മനസ്സിലാക്കി ദൈവാത്മാവിൽ ആ മേഖലയിൽ ഒരു വിടുതലെടുത്തെങ്കിൽ മാത്രമേ അതിനുമേൽ ജയമുണ്ടാകത്തുള്ളൂ. ഇവിടുത്തെ വിഷയം എന്തുവാണെന്ന് നമുക്കറിയത്തില്ലെങ്കിലും കാലപ്പഴക്കം ചെന്ന ഒരു വിഷയമാണ്. യേശുവിൻ്റെ പ്രായത്തെക്കാട്ടി വലിയൊരു വിഷയമാണ്. നോക്കിയേ, അവിടെ നിങ്ങൾ നോക്കിയേ, യേശു അന്ന് ചോദിക്കുവാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്. യഥാർത്ഥത്തിൽ ഇവൻ്റെ വായിന്ന് വരേണ്ട വാക്യം എന്തുവാ? ഉണ്ട് കർത്താവേ, ഉണ്ട് യജമാനനെ, അയ്യോ എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്. പക്ഷെ അവൻ എന്തോ അതിന് കൊടുത്ത മറുപടി? യജമാനനെ, എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. യഥാർത്ഥത്തിൽ അവൻ്റെ ശരീരത്തിനകത്തെ ആ വേദനയെക്കാട്ടി വലുതാ അവൻ്റെ മനസ്സിനേറ്റ ആ മുറിവെന്ന് പറയുന്നത്. ആരോ പറയുന്നല്ലോ, പക്ഷേ എല്ലാം ഉണ്ടായിട്ടും എനിക്കും ആരുമില്ല. ഈ പറയുന്ന ബൈബിൾ കഥാപാത്രത്തെ പോലെ ഞാനും, എനിക്കും എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്, ചുറ്റിനും ആൾക്കാരുണ്ട്, ചുറ്റിനും എല്ലാം ഉണ്ട്, പക്ഷേ എനിക്കാരുമില്ല, എനിക്കാരുമില്ല. ആമേൻ. അടുത്ത നിമിഷം യേശു അവനോട് പറയുകയാണ്, എഴുന്നേൽക്കുക, നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ചിലരോട് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, ഈ ദിവസങ്ങളിൽ നീ എഴുന്നേക്കാൻ പോവാ, നീ എഴുന്നേക്കാൻ പോവാ. ആരും നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ല, പക്ഷെ നീ തനി എഴുന്നേക്ക്. തനി എഴുന്നേൽക്കുന്നു മാത്രമല്ല, ആ കിടക്കയെടുത്ത് നടന്നു. ഓ ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് അവനെ കിടത്തിയ വിഷയം. ആമേൻ. ഈ കുളത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ, ഏത് ദീനം പിടിച്ചവനും അവിടെ ഇറങ്ങിയാൽ സൗഖ്യമാകും. പക്ഷേ ഏറ്റവും വലിയ ദീനം പിടിച്ച ഈ മനുഷ്യ സൗഖ്യമാകുന്നുണ്ടോ? ഇല്ല. കാരണം ഇവൻ ഇറങ്ങാൻ ചെല്ലുന്നതിന് മുമ്പേ മറ്റുള്ളവർ ഇറങ്ങുകയാണ്. അത് നിമിത്തം അവനുണ്ടാകുന്ന പ്രയാസം. ആമേൻ. ഇപ്പോൾ അവൻ്റെ വിഷയം എന്ന് പറയുന്നത് അവൻ്റെ രോഗമല്ല, അതിനെക്കാട്ടിൽ എനിക്കാരുമില്ല. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇവനെ സൗഖ്യമായി പോകത്തില്ലേ? ഒരിക്കലും അങ്ങനെ സാധാരണ മനുഷ്യർ ചെയ്യത്തില്ല കേട്ടോ. ഏതൊരു മേഖലയിലും ആണെങ്കിലും അങ്ങനെയാണ്. സാധാരണ മനുഷ്യർ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ നിൽക്കുവാനിടയായിത്തീരും. നോക്കിയേ, എന്നാൽ ഇവിടെ ഒട്ടും സ്വാർത്ഥതയില്ലാത്ത യേശു അവരെ കാണുകയാണ്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആമേൻ. പക്ഷെ അവൻ്റെ ആ മനസ്സിലിപ്പ് പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കി കിടക്കെടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകാനായിട്ടിടയായി തീർന്നെങ്കിൽ, ഈ ദൂത് എന്നോടും നിന്നോടുമുള്ള ദൈവശബ്ദമാണ്. നിന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിന്നെ തളച്ചിട്ട്, നിന്നെ ഒതുക്കിക്കളഞ്ഞ്, നിന്നെ പൂട്ടിക്കെട്ടാൻ പിശാച് വെല്ലുവിളിക്കുന്ന സ്ഥാനത്ത്, പിശാച് വാദിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരുണയുടെ കരം, ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം കർത്താവ് കൽപ്പിച്ചാക്കാൻ പോവാ. ആ ദൈവങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നഷ്ടപ്പെട്ട ആരോഗ്യം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ദൈവ സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങൾ പലരുണ്ട്. രോഗപരമായ ചില വിഷയങ്ങൾ നിമിത്തം, ആരോഗ്യപരമായ ചില പ്രയാസങ്ങൾ നിമിത്തം കർത്താവേ, ഇന്നലകളിൽ പ്രതികൂലങ്ങൾ അനുഭവിച്ചവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അവിടെ ജീവിതത്തിനകത്ത് വലിയ ദൈവിക വിടുതലുകൾ കാണട്ടെ, വലിയ ദൈവിക അത്ഭുതങ്ങളെ കാണട്ടെ. മഹത്വം, ബഹുമാനം, പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745
600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.